ഈ പൊള്ളുന്ന ചൂടിൽ ഏറ്റവും ഹെൽത്തി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന 2 ജ്യൂസിന്റെ റെസിപ്പീസ് ആട്ടോ. അപ്പം നമ്മുടെ ബീട്രൂട്ടും അതേപോലെ തന്നെ ക്യാരറ്റും ഉപയോഗിച്ചുകൊണ്ട് 2 വെറൈറ്റി റെസിപ്പീസ് ആണ്. സിമ്പിൾ ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. മിസ് ചെയ്യാതെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. ഇപ്പൊ നമ്മുടെ ആദ്യത്തെ ഡ്രിങ്ക് ഒന്ന് റെഡിയാക്കാനായിട്ട് ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 4-5 ഈന്തപ്പഴം കുരുകളഞ്ഞത് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ പിസ്ത, ബദാം അതേപോലെ തന്നെ കാഷ്നട്ടും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പ് പാലും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഇതൊന്ന് കുതിർന്ന് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. പാലിന് പകരം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. പക്ഷെ പാല് ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഒന്ന് കുതിർത്തി എടുക്കാനായിട്ട് നല്ലത്. അതേപോലെ തന്നെ അരച്ചെടുക്കുമ്പോഴും പാല് ചേർത്ത് അരയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാനിവിടെ തിളപ്പിച്ച പാലൊന്നുമല്ല, സാധാരണ കവർ പാല് തന്നെയാണ് ചേർത്തിരിക്കുന്നത്. അപ്പൊ അതവിടെ നിന്ന് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബീട്രൂട്ട് ആട്ടോ. മീഡിയം വലിപ്പമുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കാം. തൊലി കളഞ്ഞ് ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് അരച്ച് ഇതേപോലെ അരിച്ച് ജ്യൂസും കൂടി ആക്കി എടുക്കുന്നുണ്ട്. ഉണ്ടോ, ഒരു 1/4 കപ്പ് ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ കൂടെ അത്രയും തന്നെ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോ സാധാരണ വെള്ളം തന്നെയാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിറച്ച് റാഗി പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കട്ടകളൊന്നുമില്ലാതെ ഇതേപോലെ ഒരു ഹാൻഡ് വിസ്ക് വെച്ച് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി നേരെ അടുപ്പത്തേക്ക് മാറ്റി നല്ലോണം തന്നെ ഒന്നങ്ങ് തിളപ്പിച്ച് കുറുക്കിയെടുക്കാവേ. ഉണ്ടോ, കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ കുറച്ച് ലൂസ് പോലെയാണ് ഇരിക്കുന്നത്. പക്ഷെ റാഗി പൗഡറൊക്കെ ചേർത്തുകൊണ്ട് കുറുകി വരുമ്പോൾ നല്ല കട്ടിയായിട്ട് തന്നെ വന്നോളൂ കേട്ടോ. നേരെ അടുപ്പത്തേക്ക് വെച്ച് നന്നായിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കാം. കൈ എടുക്കാതെ തന്നെ ഇളക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും. നന്നായിട്ട് ഒന്നങ്ങ് ചൂടായി വന്നതിന് ശേഷം ഒരു മീഡിയം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണേ. കണ്ടോ, നന്നായിട്ട് തന്നെ ഒന്നങ്ങ് തിളച്ച് ശരിക്കും കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം കറക്റ്റ് ആട്ടോ. ഇനിയിപ്പോൾ തണുത്ത് കഴിയുമ്പോൾ റാഗി ആയതുകൊണ്ട് ഒന്നും കൂടി കട്ടിയായിട്ട് വരും. അപ്പൊ ഇത് മതി. നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് വലിയ ചൂടൊന്ന് ആറാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഈന്തപ്പഴവും അതേപോലെ തന്നെ ബദാമൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ റാഗിയുടെ നമ്മുടെ ബീട്രൂട്ടിന്റെ മിക്സും വലിയ ചൂടൊക്കെ നാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ റെഡിയാക്കി എടുക്കാനായിട്ട് മിക്സിയുടെ വലിയ ജാർ എടുക്കാം. ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത 2 ചെറുപഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ കുതിർത്തി വെച്ച മിക്സും അതേപോലെ തന്നെ തണുത്ത് വന്ന റാഗിയുടെയും ബീട്രൂട്ടിന്റെ മിക്സും കൂടി ചേർത്ത് കൊടുക്കാവേ. ഇനി കുറച്ചും കൂടി പാല് ചേർത്ത് നല്ലോണം തന്നെ ഒന്നിങ്ങ് അടിച്ചെടുക്കാം. ആദ്യമേ പാല് ഒരുപാട് ചേർത്ത് അടിക്കണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം അടിഞ്ഞു വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആദ്യമേ ഇതേപോലെ കുറച്ച് പാല് മാത്രം ചേർത്ത് നന്നായിട്ട് ഒന്നിങ്ങ് അടിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പൊ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം വേണം ബാക്കി പാലും കൂടി ചേർത്ത് കൊടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ബദാമും കാഷ്നട്ടൊക്കെ ഒന്നിങ്ങ് അരഞ്ഞു വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബാക്കി പാലും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്നിങ്ങ് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. മാത്രമല്ല പാലെടുക്കുമ്പോൾ നന്നായിട്ട് തണുപ്പിച്ച പാല്, ഫ്രിഡ്ജിൽ വെച്ച് ശരിക്കും തണുപ്പിച്ച കവർ പാല് തന്നെ വേണോട്ടോ എടുക്കാനായിട്ട്. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് കുതിർത്തി വെച്ച കുറച്ച് ചിയാ സീഡും കൂടി ചേർത്ത് മിക്സ് ആക്കി നേരെ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. കുറച്ചും കൂടി തണുപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് ഒന്നും കൂടി തണുപ്പിച്ചെടുത്ത അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡ്രിങ്കിന്റെ റെസിപ്പി എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല ടേസ്റ്റി ഹെൽത്തി ഉള്ള റെസിപ്പി തന്നെയാണ്. മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനിയിപ്പോ നമുക്ക് അടുത്ത ഡ്രിങ്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാവേ. ഇതേപോലെ ക്യാരറ്റ് ഉപയോഗിച്ചുകൊണ്ട് എളുപ്പം ഉണ്ടാക്കാവുന്നതാണ്. അതിനായിട്ട് നല്ലോണം വലിപ്പമുള്ള 2 ക്യാരറ്റ് ആട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. തൊലി കളഞ്ഞ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റിന് വേണ്ടി 2 ഏലക്കയും മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് മിക്സ് ആക്കി നന്നായിട്ട് ഒന്നിങ്ങ് വേവിച്ചെടുക്കാം. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിലാട്ടോ കേൾപ്പിച്ചെടുക്കുന്നത്. ആ സമയം കൊണ്ട് നല്ലോണം തന്നെ വെന്ത് വന്നോളൂ. അങ്ങനെ 2 വിസിലൊക്കെ കേൾപ്പിച്ച് നല്ലോണം തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഒരു സ്പൂണിലെടുത്ത് നോക്കുമ്പോൾ നല്ലോണം സോഫ്റ്റ് ആയിട്ട് ശരിക്കും വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് മതി. ഇനിയിപ്പോൾ വലിയ ചൂടൊന്ന് ആറി കഴിയുമ്പോൾ ഇതേ വെള്ളത്തെപ്പാട് തന്നെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ചൂടൊന്ന് ആറിയതിന് ശേഷം വേണം കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാനായിട്ട്. കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ പാലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച പാല് 1 കപ്പിന്റെ നേർപകുതി ചേർത്ത് ആദ്യമേ ഒന്നിങ്ങ് അടിച്ചെടുക്കാം. അതിനുശേഷം മാത്രം ബാക്കി പാലും കൂടി ചേർത്താൽ മതി. ക്യാരറ്റും അതേപോലെ തന്നെ പഞ്ചസാരയും പാലും എല്ലാം നന്നായിട്ട് തന്നെ അടിഞ്ഞു വന്നിട്ടുണ്ട്.
ബാക്കി പാലും കൂടി ചേർത്ത് ശരിക്കും ഒന്നിങ്ങ് മിക്സ് ആക്കി നേരെ നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. ദാ ഇത്രയേ ഉള്ളൂ. ഇതിപ്പോ നോക്കിയപ്പോൾ കുറച്ചൊരു കട്ടിപ്പ് പോലെയുണ്ട്. അപ്പൊ ഇത്രയും കട്ടി വേണ്ട. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി തണുത്ത വെള്ളം നമ്മുടെ മിക്സറ ജാറിലേക്ക് ഒഴിച്ച് ദാ ഇതേപോലെ ചേർക്കണം. 1/2 ലിറ്റർ പാലാട്ടോ നമ്മൾ മൊത്തം എടുത്തത്. ഇതിലേക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന ചിയാ സീഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ പൊടിയായിട്ട് കട്ട് ചെയ്ത ആപ്പിളും കൂടി ചേർത്ത് കൊടുക്കാവേ. ഇതേപോലെ ആപ്പിളും അതേപോലെ തന്നെ ചെറുപഴം ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ തന്നെ ബദാമോ കാഷ്നട്ടോ ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്ക് അതൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കുമല്ലോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് ഒന്നും കൂടി തണുപ്പിച്ചിട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. തണുപ്പ് എത്രത്തോളം വേണോ അതനുസരിച്ച് തണുപ്പിക്കുക കേട്ടോ. അപ്പം മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അടിപൊളിയായിട്ടിരുന്ന് കഴിക്കുക. കൂടെ തന്നെ കമൻറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ.